ഈ കാണുന്നത് ഐബെൽ എന്ന കമ്പനിയുടെ ഇൻഡക്ഷൻ കുക്കറാണ്. ഇതിൻ്റെ നിലവിലെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്ലഗ് ചെയ്താലും ജസ്റ്റ് സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഓണാവും. അതിനു മുമ്പ് ഇതിൻ്റെ മോഡൽ നമ്പർ പറഞ്ഞുതരാം. മോഡൽ നമ്പർ വന്നിട്ട് IBL Crown 102Y. അപ്പോൾ ഇതാണ് മോഡൽ നമ്പർ. നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഒന്ന് ഓണാവുകയും വർക്ക് ചെയ്യില്ല. E0 എറർ കോഡാണ് കാണിക്കുന്നത്. പാത്രം വച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഓൺ ചെയ്യുന്ന സമയത്ത് E0 തന്നെയാണ് എറർ കോഡ് കാണിക്കുന്നത്. 1600 അത് വാഴ്സ് എഴുതി കാണിക്കുന്നുണ്ട്, പക്ഷേ അത് എടുക്കുന്നില്ല. ഇത് കോമണായിട്ട് ഇതിനകത്ത് വരുന്ന ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു IGBT വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു കപ്പാസിറ്റർ വരുന്നുണ്ട്, പിന്നെ അതിനകത്ത് 2 റെസിസ്റ്റൻസ് വരുന്നുണ്ട്, ഹൈ വാല്യൂ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ ആണ് സാധാരണ വരാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് പോയിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഇൻഡക്ഷൻ്റെ ആ കോയിൽ ഇളക്കി എടുക്കുക. അതിനകത്തൊരു 3 സ്ക്രൂ വരുന്നുണ്ട്, അതിനെ ഇളക്കി എടുത്തതിന് ശേഷം അവിടെ നിന്നൊരു സെൻസർ വരുന്നുണ്ട്. ആ സെൻസറും കൂടെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ആ കോയിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സ്ക്രൂ അതിനെയും അഴിച്ച് മാറ്റുക. അതിനെ അഴിച്ച് മാറ്റിയതിന് ശേഷം കോയിൽ ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് ഇളക്കി മാറ്റുക. മാറ്റിയതിന് ശേഷം ബോർഡിലും ഒരു 4-5 സ്ക്രൂ ഉണ്ട്. അതിന് മുന്നേ ഫ്രണ്ട് പാനലും അഴിച്ച് മാറ്റി, അതുപോലെ തന്നെ അത് ഫാനിൻ്റെ കണക്ഷൻ അതും അഴിച്ച് മാറ്റിയതിന് ശേഷം അതിനകത്തൊരു 3 സ്ക്രൂ വരും. അപ്പോൾ അതിനെയും അഴിച്ച് മാറ്റിയതിന് ശേഷം ബോർഡ് ഒന്ന് എടുത്തിട്ട് അടിയിൽ എന്തെങ്കിലും കത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പോൾ നമുക്ക് പോയിട്ടുള്ളത് ഈ 2 റെസിസ്റ്റൻസാണ്. അപ്പോൾ ഈ ഒരു 2 റെസിസ്റ്റൻസിൻ്റെ ഒരെണ്ണം ഹൈ വാല്യൂ ആയിപ്പോയി. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് മാറ്റി. അതിന് മുന്നേ ഈ ഒരു കപ്പാസിറ്റർ ബൾജായിട്ടുണ്ടോ എന്ന് നോക്കുക, അതും പോയിട്ടില്ല. അപ്പോൾ അതൊന്നും പോകാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു 2 റെസിസ്റ്റൻസ് മാറ്റിയതിന് ശേഷം ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് 820K ആണ്. അപ്പോൾ അതിൻ്റെ 2 റെസിസ്റ്റൻസിൻ്റെ ഒരെണ്ണം ഹൈ വാല്യൂ ആയി. അപ്പോൾ അത് രണ്ടും മാറ്റിയിട്ടുണ്ട്. രണ്ടും മാറ്റിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എന്താണ് എൻ്റെ റിസൾട്ട് എന്നുള്ളത്. നമ്മുടെ മുന്നേ അഴിച്ചെടുത്ത AC കോഡും അതുപോലെ തന്നെ ഫ്രണ്ട് പാനൽ, ഫാൻ കണക്ഷൻ ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഇൻഡക്ഷൻ കോയിലിൻ്റെ ആ കോയിലും കണക്ട് ചെയ്ത് അതിൻ്റെ സെൻസറും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സ്റ്റാൻഡ് ബൈ വന്നിട്ടുണ്ട്. ഇനി ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്യാം. സാധാരണയായി ഈ ഒരു മോഡൽ ഇൻഡക്ഷൻ കുക്കറിൽ പോകാൻ സാധ്യതയുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് IGBT, അതുപോലെ തന്നെ കപ്പാസിറ്റർ, ഹൈ വാല്യൂ റെസിസ്റ്റൻസ്, വാല്യൂ ചേഞ്ച് ആവുക, അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആവുക, ഇതൊക്കെയാണ് സാധാരണ ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ വരുന്ന കംപ്ലൈൻറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.